ടീകോം, ദുബായ് സ്മാർട്ട് സിറ്റി എന്തൊക്കെയായിരുന്നു സംഭവം എന്ന് പറയാം 2011. അത് കഴിഞ്ഞ് വലിയ കോലാഹലം ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ പറഞ്ഞു 10,000 കോടികളുടെ കറപ്ഷൻ. ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ അന്നിരുന്ന റവന്യൂ സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി അവരോട് സംസാരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദുബായ് സ്മാർട്ട് സിറ്റി ഷെയ്ഖിൻ്റെ അധീനതയിലുള്ളതാണ്, എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും പോകുന്നത്? അറിയാൻ കഴിയുന്നത് 2,500 കോടിയോളം രൂപ കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഭീകരമായ നഷ്ടം അവർക്ക് നേരിട്ടു. 2,500 കോടി ആലോചിച്ച് നോക്കുക. അതായത് 1 രൂപ പോലും അവർ ലാഭം ഉണ്ടാക്കിയില്ല. 250 ഏക്കർ സ്ഥലം ഗവൺമെൻറ് കൊടുത്തു ലീസിന്. അപ്പം അന്നൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 30 ഏക്കർ അവിടെ ഫ്ലാറ്റുകളും മറ്റും പണിയുവാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കാമെന്നുള്ളത്. അതിന് പകരം ഗവൺമെൻറ് അത് കൊടുത്തില്ല. പിന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടർ കൊടുത്തില്ല. കാരണം പുതിയ കമ്പനികൾ വരുമ്പോൾ അവിടെ വരുന്ന ജോലിക്കാർക്ക് താമസിക്കാനും പരിപാടിക്ക് സ്ഥലം വേണം. അതിന് തയ്യാറായില്ല. രണ്ടാമത് ഗവൺമെൻറ് ചെയ്ത പരിപാടിയുണ്ട്. ഇവരുമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അകത്ത് പറഞ്ഞിരുന്നു അതിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റുപാടി ഗവൺമെൻറ് മറ്റൊരു ഐറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലക്സുകൾ ഉണ്ടാക്കാൻ ഇത്ര വർഷത്തേക്ക് സമ്മതിക്കരുത്. അവിടെ ഗവൺമെൻറ് അത് മുഴുവനും തെറ്റിച്ചിട്ട് പാടങ്ങളൊക്കെ നികത്തിയിട്ട് വളരെ ചുളു വിലയ്ക്ക് പാടം കിട്ടും നികത്തിയിട്ട്. അതായത് അവിടെ ഇപ്പം 2 കോടിയും 1 കോടിക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുന്നെങ്കിൽ ഗവൺമെൻറ് ഈ നികത്തിയിട്ട് മറ്റുള്ളവർക്ക് 50 ലക്ഷമോ 60 ലക്ഷത്തിനും കൊടുക്കാൻ തുടങ്ങി. അതായത് ഒരു ലെവൽ പ്ലേ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതോടുകൂടി ഇവർ പെട്ടുപോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതായി. പിന്നീട് അവിടെ പല കമ്പനികളും വരാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ ജോലി ചെയ്യുവാൻ വേണ്ടി മാൻ പവർ, അതായത് ടെക്കുകളെ കിട്ടാനില്ല. വലിയ സംഭവമായത്. ഞാനിതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ആ സ്ട്രക്ചർ മാറിയില്ല എങ്കിൽ കേരളത്തിൽ യങ്ങർ ജനറേഷനോട് ജോലി ചെയ്യാനോ അവിടെ പഠിക്കുവാനോ നിൽക്കുകയില്ല. അത് റിയാലിറ്റിയാണ്. അത് ഈ ബേസിക്കലി ഈ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ഇവർക്കത് മനസ്സിലാവത്തില്ല എന്തുവാ ഇഷ്യൂ എന്നുള്ളത്. സോഷ്യൽ ലൈഫ്. ഇപ്പം എന്താണ് സോഷ്യൽ ലൈഫ്? ഒരാൾ 5 ദിവസമോ 6 ദിവസം ഒരാഴ്ച ജോലി ചെയ്യുമ്പോൾ അവനിവിടെ പബ്ബിൽ പോകാനും അതിന് ചെയ്യാനും അവന് കുടുംബമായിട്ട് പോകാനും അവന് സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ ഒരു ലൈഫ് കേരളത്തിലില്ല. ബിവറേജസിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കണം. ഗവൺമെൻറ് പറയും ഞങ്ങൾ ക്യാമ്പസിനകത്ത് പബ്ബ് കൊടുക്കും. ഈ ക്യാമ്പസിനകത്തുള്ള പബ്ബ് ഔട്ട്സൈഡ് ഇപ്പോൾ 2 വളരെ വ്യത്യാസമാണ്. കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ്, എൻ്റെ ധാരണ പുള്ളിക്ക് ഇതൊക്കെ അറിയാവുന്ന മനുഷ്യനായിരിക്കുന്ന. പക്ഷെ അദ്ദേഹം ഇതുമായിട്ട് ഡിസാസ്റ്ററാണ്, ദുരന്തമാണ്. അയാളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. എന്താണ് ഇയാളിത് ചെയ്യുന്നത്? ഗവൺമെൻറ് ചെയ്യുന്നത്? അതായത് ഏതോ വിവരമില്ലാത്തവന്മാരാണ് ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പലതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഈ രാജീവാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ ബാംഗ്ലൂർ സിറ്റിയോ മുംബൈ സിറ്റിയോ അല്ലെ ഡൽഹി സിറ്റിയിൽ 1 മാസം പോയിട്ട് ഈ IT ഹബ്ബുകൾ നടക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുവാണെങ്കിൽ ഇവർക്ക് പിടികിട്ടും എന്താണ് ഈ IT ബിസിനസ്, എന്തിനെ ബേസ് ചെയ്താണ് ഇത് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇത് അമേരിക്കയിൽ പോകുന്നു, അവിടെ വലിയ ബിസിനസ്സുകാരെ കണ്ടു. ആരെ ബിസിനസ്സുകാരെ കണ്ടെന്നറിയും? അവിടെ 9/11 നടത്തുന്ന മലയാളികൾ, പെട്രോൾ പമ്പ് നടത്തുന്ന മലയാളികൾ, ഇവരെയാണ് വലിയ ബിസിനസ്സുകാരെ പിണറായി വിജയൻ കണ്ടു. പിന്നെ ചില ഷെൽട്ടർ ഹോം പോലെ ഉണ്ടാക്കും. അതായത് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി പണം കിട്ടും പ്രായമുള്ളവരെ താമസിപ്പിക്കുന്നത്. കാരണം അവർക്ക് വീടൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് കേരളത്തിന് മലയാളികളായ നേഴ്സുമാരെ കൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് വലിയ ബിസിനസ്സുകാർ. ഇപ്പോൾ റിയാലിറ്റി വേറെയാണ്. ബേസിക്കലി നല്ല ബിസിനസ്സുകാരനായിട്ടുള്ള മലയാളികൾ എത്ര പേര് പിണറായി വിജയൻ്റെ കൂട്ടരും അമേരിക്കയിൽ പോയപ്പോൾ കണ്ടു. അവർക്കൊന്നും ഇയാളെ കാണാൻ താല്പര്യമൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അവർക്ക് അറിയാവുന്ന വസ്തുതയാണ് കേരളത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കത്തില്ല. അവൻ്റെ വെടി തീർന്നും അവൻ അവസാനം തൂങ്ങിച്ചാവേണ്ടി വരും. കാരണം മെസ്സേജ് വളരെ ക്ലിയറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ടീകോമുമായി ബന്ധപ്പെട്ട് ഇപ്പം
ഈ കമ്പനിക്ക് നഷ്ടമുണ്ടായത് മാത്രമല്ല, മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു ഇൻഫോസിസിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ പിടികിട്ടിയത്, അവിടെ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, കാരണം അവർ ഈ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പുണ്ട്. അവർ പറയുന്നത് ഈ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇവർ ഈ പറയുന്ന നല്ല രീതിയിലുള്ള മാൻ പവർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുന്നില്ല. ഒന്നില്ലെങ്കിൽ അവർ ബാംഗ്ലൂരോ, കാരണം അവിടെയുള്ള പിള്ളേരവിടെ പഠിച്ചിട്ട് അവർക്ക് ആ ടാലൻറ്റും കഴിവൊന്നുമില്ല, ഇതിനെപ്പറ്റി പോലും അറിയത്തുമില്ല. പിന്നീട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, കാരണം അങ്ങനെയുള്ള കഴിവും കേപ്പബിലിറ്റിയുള്ള കുട്ടികൾ കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വരുന്നില്ല. ഇതാണ് വലിയ സംഭവം. അതായത് മാൻ പവർ ഇല്ല. ഇനി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ, അതായത് മലയാളികൾ ഉൾപ്പെടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ തയ്യാറല്ല. കാരണം അവർ പറയുന്നത് അവർക്ക് ലൈഫില്ല. പിന്നെ ഇവിടെ കാത്തോലിക്ക സഭയിലെ അച്ഛന്മാരും അതേപോലെ കുറച്ച് സുഡാപ്പികളും ഇവിടെ പബ്ബിനെതിരെയും മദ്യത്തിനെതിരെയും ഒക്കെ ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ കേരളത്തിലെ കാത്തലിക്സിലെ അച്ഛന്മാർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 ലിറ്റർ കഴിക്കാത്ത അച്ഛന്മാർ എത്ര പേരുണ്ട്? പക്ഷെ മറ്റുള്ളവർ കുടിക്കാൻ പറ്റത്തില്ല. ഇവരൊക്കെയാണ് മദ്യനിരോധന സംഭവങ്ങളായിട്ട് നടക്കുന്നത്. അതിനെ അനുകൂലിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് ഇതൊക്കെ തന്നെയാണ്, കാരണം ലീഗിൻ്റെ സംഭവം ഈ രീതിയിൽ പോവുകയാണെങ്കിലാണ് ഇതാണ് IT ബിസിനസ്, കേരള ഇൻഡസ്ട്രിയൽ സംഭവം എന്നൊക്കെ പറയാം. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും എല്ലാവരോടും ഒരു കാര്യം വ്യക്തമായിട്ടങ്ങ് പറയാം. നിങ്ങൾക്ക് ബേസിക്കലി ഈ IT ഇൻഡസ്ട്രി, AI ഇൻഡസ്ട്രി ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് യാതൊരു പിടിയില്ല. നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, ഇവർക്ക് ബുദ്ധി എന്ന് പറഞ്ഞ് വെറും പൊട്ടന്മാരാണ്. കാരണം ഞാൻ നാരദ വെബ്സൈറ്റ് നടത്തിക്കൊണ്ട് സമയത്ത് കുറച്ച് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ എടുത്തു. ലിറ്ററലി ഞാൻ ഒരു കാര്യം പറയാം, ഇവർക്ക് ബുദ്ധി എന്ന് പറഞ്ഞ ഒരു കുന്തവുമാർക്കില്ല, അവർ കോമൺ സെൻസ് ഇല്ല ഇവർക്ക്. ഞാൻ വെറുതെ അല്ലേ ഈ പറയുന്നത്, ഭയങ്കര ബുദ്ധിജീവികളെ ഞാൻ എടുത്ത്. ഇവർക്ക് കോമൺ സെൻസ് ഇല്ല. ലോകം എങ്ങനെയാണ് പോകുന്നത്, ഗ്ലോബലായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കണം. പാൻഡമിക്കിന് ശേഷം, പാൻഡമിക്കോടുകൂടി ഗ്ലോബലായിട്ട് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് മാറുന്നേ ഉള്ളൂ. അതായത് അവർക്കിപ്പോൾ ആഴ്ച 2 ദിവസം 3 ദിവസം പോയാൽ മതി, ബാക്കി അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അപ്പം ഇതങ്ങോട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന ടീകോമിലൊന്നും അവിടെ വന്ന് ഓഫീസ് എടുക്കാൻ, ഓഫീസിൻ്റെ പിന്നെ ആവശ്യമില്ലാതെ പിന്നെ ആര് വന്ന് ഓഫീസ് എടുക്കും? അതോടുകൂടിയാണ് ടീകോം ഒഫീഷ്യൽസ്, ഒരു CEO പോലും അവർക്ക് ഇന്ന് കൊച്ചിയിലില്ല. കാരണം പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ പണം നഷ്ടപ്പെട്ടു, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് താറടിച്ചു. എന്ത് മെസ്സേജാണ് ഇനി കേരളം കൊടുക്കുന്നത്? ഇടയ്ക്ക് രാജീവ് പറയുന്നുണ്ട്, ബാംഗ്ലൂർ വെള്ളമില്ലെങ്കിൽ കേരളത്തിലോട്ട് പോവാ, വെള്ളമുള്ള എന്ത് വെള്ളമാണ്? നിങ്ങൾ നേരെ ചൊവ്വേ മദ്യം പോലും കൊടുക്കുന്ന ഈ ബിവറേജസിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരു ടെക്കി ക്യൂ നിന്ന് മദ്യം മേടിക്കുമെന്നാണ് രാജീവ് എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവി ഉദ്ദേശിക്കുന്നത്. സാബുജിയൊക്കെ പിന്നെ നിങ്ങൾ അവിടുന്ന് ഓടിച്ചു വിട്ടപ്പോഴേ തൊട്ടപ്പുറത്തു നിന്നാണ്. നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുത്തത്? നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്ക്, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് സൗദി അറേബ്യ കഴിഞ്ഞിടയ്ക്ക് ആ രാജ്യത്ത് മദ്യം അവിടെ സ്റ്റോർ തുറന്നത്? എന്താ കാര്യം എന്നറിയോ? കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, കേരളത്തിൻ്റെ സുഡാപ്പികൾ, അതെന്താ കാര്യം എന്നറിയും? കാരണം സൗദിയുടെ ഗവൺമെൻറ് കോൺട്രാക്റ്റ് കിട്ടുന്ന വലിയൊരു ശതമാനം ദുബായ്, അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക്. അപ്പോൾ അവർ ഇത്ര ദിവസം വന്ന് ജോലി ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവർ കമ്പനിയല്ല എവിടെയാണ്, ദുബായിലും അബുദാബിയിലും. ആ സ്റ്റേറ്റ്, ആ രാജ്യത്ത് സ്പെൻഡ് ചെയ്യുന്ന പണം സൗദിയിൽ അവർക്ക് കിട്ടുന്ന പണം അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. പെൻഡിങ് അല്ല ഇപ്പുറത്താണ് ഉണ്ടാകുന്നത്. അവിടെ ലേബേഴ്സ് ഉണ്ട്, മറ്റുള്ള അവരുടെ സാലറി കൊടുക്കുന്നു. ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സും മറ്റുള്ള സംഭവങ്ങളും എല്ലാം ഡിസിഷനും പോളിസിയെല്ലാം ദുബായിലും അബുദാബി വെച്ച് എടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യക്ക് മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ മദ്യവും കാസിനോയും ഈ സംഭവങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ട് ഈ കമ്പനികളോട് പറഞ്ഞ്, നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദി അറേബ്യയിൽ തന്നെ ആയിരിക്കും, ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം നിങ്ങൾ മേടിക്കുന്ന പണം. ഇതെങ്കിലും കേരളത്തിലെ പൊട്ടന്മാരായ രാഷ്ട്രീയക്കാർക്കും ബ്യൂറോക്രാറ്റ്സിനും മനസ്സിലാണ്. സോഷ്യൽ ലൈഫ്, ഒരുത്തൻ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്പെൻഡ് ചെയ്യണം. അത് നല്ല സാലറി ഉണ്ട്,
അതിന് ഫാമിലി ആയിട്ട് പോകണം, ഗേൾ ഫ്രണ്ടായിട്ട്, അവിടെ പല രീതിയാണ്. ഇത് മദ്യത്തിനിരിക്കും. അതായത് ഓപ്പൺ ജയിലാണ് കേരളം. സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞ സാധനം കേരളത്തിലില്ല. രണ്ടും യൂസഫ് അലി രണ്ടും മോള് തുറന്നു എന്ന് പറഞ്ഞ സോഷ്യൽ ലൈഫ് അല്ല. സോഷ്യൽ ലൈഫിന് പലതും നീഡുണ്ട്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ഒന്നും നടത്തി, ഇത് സ്റ്റേറ്റാണ് മദ്യക്കച്ചവടം നടത്തുന്നത്. അത് തന്നെ നഷ്ടത്തിലാണ് പോകുന്നത്. ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ആണെങ്കിൽ ലോകത്ത് പണമുള്ള രാജ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മിഡിൽ ഈസ്റ്റോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നുമല്ല. പണമുള്ള രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമാണ്. അവിടെയുള്ള ബിസിനസ്സുകാരൻ വരാതെ, അതുകൊണ്ടാണ് മോദി ഇത്ര പ്രാവശ്യം അവിടെ പോകുന്നത്. അതെങ്കിലും ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുന്നത് സ്ഥിരമായിട്ട്? അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നല്ലോ. എന്തിനാ അമേരിക്കയിൽ പോകുന്നത്? കാരണം ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും മുഴുവൻ അമേരിക്കയിലാണ്. അവനെ കൺവിൻസ് ചെയ്യാതെ അവിടെ വരുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കമലഹാസൻ വന്ന് ഇവിടുത്തെ വള്ളംകളിയിലിരുന്നാൽ എത്ര പേർക്ക് അതിൻ്റെ മെസ്സേജ് കൊടുക്കുന്നേ? കേരളത്തിൻ്റെ ഇരട്ടത്തങ്ങനായ മുഖ്യമന്ത്രിയുടെ തലയ്ക്കകത്ത് പോലും ബോധമില്ല. ഇവിടെ വരേണ്ടത് വലിയ വലിയ ഗ്ലോബലായിട്ടുള്ള ആൾക്കാരാണ് വരേണ്ടത്. അവരെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ വരണമെങ്കിൽ കേരളം പൂർണ്ണമായിട്ട് റീഷേപ്പ് ചെയ്യണം. ഇപ്പോഴാണ്. പിന്നെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആലോചിച്ച് നോക്കി, ഇതേപോലൊരു എൻ്റെ നാട്ടിൽ തന്നെ ബാലഗോപാൽ, അയാൾക്ക് എന്തുവാ എക്കോണമി എന്നറിയത്തില്ല, സ്റ്റേറ്റ് എന്തുവാന്നറിയത്തില്ല, ടാക്സേഷൻ എങ്ങനെ നടത്തണമെന്നറിയത്തില്ല, എങ്ങനെ ഇത് ടാക്സുകൾ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്നറിയത്തില്ല. എപ്പോഴും കംപ്ലൈൻ്റാണ്, കേന്ദ്രം തരുന്നില്ല. എന്താണ് റിയൽ ഇഷ്യൂ എന്ന് പറയുന്നത്? ഇപ്പോൾ പെട്രോളിന് ഈ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില വെച്ചിരിക്കുന്ന സ്റ്റേറ്റായി കേരളം എന്നാണ്. ഇപ്പം കേരളത്തിൽ പുറത്ത് പോകുന്ന ബോർഡറിൽ കേരളത്തിന് പല ബോർഡർ ഉണ്ടല്ലോ, പോകുന്ന വണ്ടികൾ മുഴുവനും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ഇടിക്കുന്നു. ഈ ടാക്സ് മുഴുവനും മറ്റുള്ള സ്റ്റേറ്റിൽ കിട്ടുന്നു. ആ ബോധം പോലും ഇല്ലാത്തവനാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി. അത് സിമ്പിളാണ്, ലോജിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ബോധം, ഇപ്പം ഇങ്ങനെയുള്ള മൊണ്ണകളെയൊക്കെ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ടീകോം എന്നല്ല, കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളുടെ ഒരു സംഭവമാണ് ടീകോം. അതായത് ഒരു പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും അത് അന്ന് വലിയ വലിയ ആർഭാടത്തോടും വലിയ സംഭവത്തോടും ഈ വർഷം ഇത്ര ലക്ഷം ജോലി, അടുത്ത വർഷം ഇത്ര ലക്ഷം, 3 വർഷം കഴിയുമ്പോൾ ഇത്ര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചത്, നിങ്ങൾക്ക് അറിയത്തില്ലേ ഇത് ബേസിക്കലി എന്താണ് ഗ്ലോബലായിട്ടുള്ള ചേഞ്ചസ്, ഗ്ലോബൽ എക്കോണമി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, പാൻഡമിക്കിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണ്, AI എന്ന് പറയുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന പല ജോലികളും, അതായത് ടെക് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇല്ലാതാകാൻ പോവുകയാണ്. മനസ്സിലാക്കണം. അതുപോലും അറിയാനുള്ള ബോധം നിങ്ങൾക്കില്ല. അപ്പം ആ രീതിയിലാണ് ലോകം മൂവ് ചെയ്യുന്നത്. അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്, അവിടെയാണ് പോളിസി തയ്യാറാക്കേണ്ടത്. ഇത്രമാത്രം ചെറുപ്പക്കാരെ എങ്ങനെ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും? കേരളത്തിൽ ചെറുപ്പക്കാർ വരുന്നില്ല. കാരണം ഞാൻ ഈ ബാംഗ്ലൂർ സിറ്റിയിലും പല സിറ്റികളിലും ചോദിച്ചതാണ്, IT-കാർക്ക് മലയാളികൾ ഉൾപ്പെടെ കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറല്ല. അതാണ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ഇത് പക്ക 100% താലിബാൻ പോലുള്ള സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അവിടെ ജോലി ചെയ്യാൻ വരത്തില്ല, ഒരു കമ്പനിയും വരത്തില്ല. ആദ്യം നിങ്ങളെ തന്നെ നിങ്ങൾ പൊളിക്കണം, പൊളിച്ചിട്ട് അതിൻ്റെ മെസ്സേജ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സെക്ടർ ഡെവലപ്പ് ചെയ്യുകയുള്ളൂ.